സംഗമഗ്രാമ നാട്യരംഗമിതാ സംഗമഗ്രാമ നാട്യരംഗമിതാ ശതകാർത്ഥസംഗമം ആഘോഷിപ്പൂ തുംഗശോഭം തുംഗശോഭം സ്വാഗതം 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 പ്രിയമുള്ളവരെ, അടുത്തതായി ഇവിടെ പ്രഭാഷണം നടത്തുന്നത് നളകഥാഖ്യാനം യക്ഷഗാനത്തിൽ എന്ന വിഷയത്തിൽ ഡോക്ടർ BP അരവിന്ദയാണ്. അദ്ദേഹത്തിന് കഥകളി ക്ലബിൻ്റെ അംഗങ്ങളോട് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ടതില്ല. അദ്ദേഹം ദീർഘകാലം കഥകളി ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് ഭരണസമിതി അംഗമായിരുന്നു. അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അധ്യാപകനായി റിട്ടയർ ചെയ്തതിന് ശേഷം ഇപ്പോൾ മണിപ്പൂരിൽ തുടർ പഠനത്തിനായി പോയിരിക്കുകയാണ്. അദ്ദേഹം പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഒരു പ്രത്യേകതയുള്ളത്, അദ്ദേഹം മലയാളിയല്ല, കർണാടക സ്വദേശിയാണ്. പക്ഷേ ജന്മം കൊണ്ട് കർണാടകക്കാരനാണെങ്കിലും ഇപ്പോൾ തനി മലയാളിയായിട്ടാണ് അദ്ദേഹം ഇവിടെ നമ്മോടൊപ്പം ഉള്ളത്. ദീർഘകാലമായി കേരളത്തിലാണ്, ഇരിങ്ങാലക്കുടയിലാണ് അദ്ദേഹം വസിക്കുന്നത്. അദ്ദേഹത്തിനെ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. ഡോക്ടർ KN പിഷാടി കഥകളി ക്ലബിലെ എല്ലാ ഭാരവാഹികളും, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, അതുപോലെ ഈ സമ്മേളനത്തിൽ നേരിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെ, അതുപോലെ ഓൺലൈനിൽ ഇത് വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളും, ആദ്യമേ നന്ദി പറഞ്ഞുകൊള്ളട്ടെ. യഥാർത്ഥത്തിൽ ഇത് വലിയൊരു അവസരം തന്നെയാണ്. അത് ഇപ്പോഴത്തെ പ്രസിഡൻറ്റും സെക്രട്ടറി എന്തുകൊണ്ട് എന്നെ ഇങ്ങനെ ഒരു കർത്തവ്യം നിർവഹിക്കണമെന്ന് ഫോണിലൂടെ ബന്ധപ്പെടുകയും ചെയ്തു. ഞാൻ ആ സമയത്ത് മണിപ്പൂരിലായിരുന്നു. അപ്പോൾ ഞാൻ ക്രിസ്മസ് വെക്കേഷൻ ഉള്ളതുകൊണ്ട് നാട്ടിലേക്ക് വരും, അപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ഞാൻ അറിയിച്ചു. പക്ഷേ ആദ്യം എനിക്ക് ധൈര്യം ഉണ്ടായില്ല ഇത് ചെയ്യാൻ പറ്റുമോ എന്ന്. പക്ഷേ പിന്നീട് സമ്മതിച്ചതിന് ശേഷം ഇതിൻ്റെ പിന്നിലുള്ള കുറേ കാര്യങ്ങൾ സംഗ്രഹിച്ചും കുറേ വ്യക്തികളായിട്ട് സംസാരിച്ചും ഒരുവിധം ധൈര്യം സംഭരിച്ചിട്ടാണ് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. നളചരിത്രത്തെ ആഖ്യാനം ചെയ്യുന്നതിന് മുമ്പ് യക്ഷഗാനത്തിൻ്റെ ഒരു ആദ്യ ഭാഗം എന്നുവെച്ചാൽ അതെന്താണ്, എങ്ങനെയാണ് എന്ന ഒരു ചിത്രം ചെറുതായിട്ടൊന്ന് അവതരിപ്പിച്ചതിന് ശേഷം നളചരിത്രത്തിലേക്ക് കടക്കാം എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഉള്ള പലരും യക്ഷഗാനത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. കഥകളിയോട് ഞാൻ ആഭിമുഖ്യം പുലർത്തുന്നതിൻ്റെ പ്രധാന കാരണം യക്ഷഗാനം കുട്ടിക്കാലം മുതലേ അമ്മ അച്ഛൻ്റെ കൂടെ ചെന്ന് കണ്ടു വളർന്ന ഒരു ശീലം ഉള്ളതുകൊണ്ടാണ്. യക്ഷഗാനത്തിൽ അഭേദ്യമായി അല്ലെങ്കിൽ ആ ഒരു താല്പര്യം കുട്ടിക്കാലം മുതലേ ഉള്ളതുകൊണ്ട് ഇങ്ങോട്ട് ഇരിങ്ങാലക്കുടയ്ക്ക് വന്ന ശേഷം 1991 ഞാൻ വരുന്നത്. വന്ന ശേഷം ആദ്യം ഞാൻ ബന്ധപ്പെട്ടത് കഥകളി ക്ലബിലെ അംഗങ്ങളും
അങ്ങനെയുള്ള സുഹൃത്തുക്കളായിട്ടാണ്. അന്നു മുതൽ ഇന്ന് വരെ കഥകളി ക്ലബ്ബുമായിട്ടുള്ള അഭേദ്യമായ ബന്ധമുണ്ട്. അതിനോടൊപ്പം കഥകളി ക്ലബിനോടൊപ്പം മറ്റു കലാരൂപങ്ങൾ, മറ്റു കലകൾ, പ്രത്യേകിച്ച് ഞാൻ ഇവിടെ സൂരജിനോട് നേരത്തെ സംസാരിക്കുകയുണ്ടായി, അത്ഭുതപ്പെടുത്തുന്ന ചില അവതരണങ്ങൾ. കഴിഞ്ഞ ദിവസം സൂരജ് അവതരിപ്പിച്ച വളരെ പ്രഗത്ഭമായ ഒരു അവതരണം, ഇതിനു മുൻപ് കൂടിയാട്ടം കണ്ടിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വളരെ നന്നായി അവതരിപ്പിച്ച, അങ്ങനെ പലതും കാണാനും അത് ആസ്വദിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് യക്ഷഗാനത്തിൻ്റെ പ്രത്യേകതകൾ ചെറുതായിട്ട് സൂചിപ്പിക്കാം. യക്ഷഗാനം കഥകളിയെ പോലെ ചെറിയ ഓഡിയൻസിനെ ഉദ്ദേശിക്കുന്ന ഒരു കലാരൂപമല്ല. വലിയ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ 500, 600, ഒരുപക്ഷെ 1000, 1200 ആളുകൾ സംഗമിക്കുന്ന വേദികളായിരിക്കും യക്ഷഗാനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ യക്ഷഗാനത്തിന് യക്ഷഗാന ബയലാട്ട എന്നുള്ള പേരുണ്ട്. യക്ഷഗാനം ബയലാട്ട മീൻസ് വയലിൽ, വലിയ ഗ്രൗണ്ടിൽ അരങ്ങേറുന്ന ഒരു കലാരൂപമാണ്. ഇതിൻ്റെ ഈ അരങ്ങിൻ്റെ ഏകദേശം 50 മീറ്റർ 2 വശത്തേക്കും ഒരു 10-70 മീറ്റർ നീളമുള്ള ഒരു പ്രദേശത്ത് കൂടാരം കെട്ടി, മിക്കവർ തണുപ്പ് കാലത്താണ് അവിടെയൊക്കെ കളിക്കുക. അപ്പോൾ മേൽക്കൂരം പോലെ കൂടാരം കെട്ടി അതിൻ്റെ ഉള്ളിൽ കസേരകൾ നിർത്തി ടിക്കറ്റ് വെച്ച് നടത്തുന്ന ഒരു സമ്പ്രദായമാണ് യക്ഷഗാനം. പക്ഷേ അതിൻ്റെ കൂടെ പറയട്ടെ, കഥകളിയുടെ അത്ര സൂക്ഷ്മമായ പ്രയോഗം യക്ഷഗാനത്തിലില്ല, സ്ഥൂലമായ പ്രയോഗമാണ്. ഇതിൻ്റെ കാരണം യക്ഷഗാനത്തിൽ വരുന്നവരുടെ സംഖ്യ, അതായത് രാമായണ മഹാഭാരത കഥകളെ അറിയാവുന്നവരും അങ്ങനെ അറിഞ്ഞുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഓഡിയൻസാണ്. യക്ഷഗാനത്തിൻ്റെ ഉദ്ദേശം സർവ്വസാമാന്യരായ ആളുകളെ ഈ കഥകളെ, അതുപോലെ ആനുകാലികമായിട്ടുള്ള സംഗതികളെ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഉള്ള ദൗത്യം കൊണ്ടാണ് യക്ഷഗാനം മുന്നോട്ട് പോകുന്നത്. അതാണ് ഞാൻ കുട്ടിക്കാലത്ത് അത്തരം ഇതുകൾ കണ്ടത്. ധാരാളം രാമായണ മഹാഭാരത കഥകളാണ് ഉണ്ടാവാറ്. അതിൻ്റെ കൂടെ കണ്ടംപററി ആയിട്ടുള്ള കഥകളും യക്ഷഗാനത്തിൽ കളിക്കാറുണ്ട്. അങ്ങനെ രണ്ടും കൂടി ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഈ യക്ഷഗാനത്തിന് 2 തരത്തിലുള്ള അവതരണ സമ്പ്രദായമുണ്ട്. അതായത് നമ്മളിവിടെ തെക്ക് വടക്ക് എന്ന് പറഞ്ഞതുപോലെ തെങ്ക് തിട്ട് ബടക് തിട്ട് എന്ന് പറയും. തെങ്ക് എന്ന് പറഞ്ഞാൽ തെക്ക്, ബടക് എന്ന് പറഞ്ഞാൽ വടക്ക്. അങ്ങനെ തെക്ക് വടക്കുമായിട്ടുള്ള 2 സമ്പ്രദായമുണ്ട്. ഈ 2 സമ്പ്രദായത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ട്, പക്ഷേ ആ മാറ്റങ്ങൾ പ്രകടമാണ്. ഇത് കർണാടകയുടെ സൗത്ത് വെസ്റ്റേൺ ഭാഗത്തിൽ കൂടുതൽ യക്ഷഗാന പ്രചാരത്തിലുള്ളതാണ്. സൗത്ത് വെസ്റ്റേൺ പറഞ്ഞാൽ തെക്ക് പടിഞ്ഞാറൻ ഭൂപ്രദേശത്ത് ആണ് ഈ യക്ഷഗാനം കൂടുതൽ കളിക്കാറുള്ളത്. അപ്പോൾ തെങ്ക് തിട്ട് മിക്കവാറും സദർൺ പാട്ടാണ്. അതായത് മംഗലാപുരം, ഉടുപ്പി, കുന്താപുര ഇങ്ങനെ വരുന്ന പ്രദേശങ്ങളാണ് തെങ്ക് തിട്ട് യക്ഷഗാനം കളിക്കാറുള്ളത്. ബടക് തിട്ട് കുറച്ചുകൂടി വടക്കോട്ട് പോയിട്ട്, എന്ന് വെച്ചാൽ കുറച്ച് മലനാടുമായി ബന്ധപ്പെട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് ബടക് തിട്ട് ഉള്ളത്. അത് കർക്കി എന്നുള്ള ഒരു പ്രദേശമുണ്ട്, ഈ കുന്താപുര, ഉടുപ്പി ഒക്കെ നിൽക്കുന്ന പ്രദേശത്ത്. അതിനങ്ങോട്ട് നമ്മൾ ചുരം കയറാണ്. ചുരം കയറി അങ്ങോട്ട് പോകുന്ന പ്രദേശങ്ങളാണ് ഈ വടക്കോട്ടുള്ള കർണാടകയുടെ തെക്ക് പടിഞ്ഞാറൻ ഭാഗം. ആ വടക്കോട്ടാണ് ബടകുത്തിട്ട് എന്നുള്ള യക്ഷഗാന കലാരൂപം ഇപ്പോഴും ഉള്ളത്. പണ്ട് ഞാൻ കാണുമ്പോഴും അങ്ങനെയുണ്ട്. ബടകുത്തിട്ട് യക്ഷഗാനം അല്പം ചടുലമായ, അതിൻ്റെ പ്രയോഗം കുറച്ചുകൂടി ഫാസ്റ്റ് റിതമാണ്. തെങ്കുതിട്ട് കുറെ കൂടി സ്ലോ റിതമാണ്. കുറെ കൂടി അതിൻ്റെ ചിലപ്പോൾ തെങ്കുതിട്ട് കളി ബടകുത്തിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ രസിക്കണമെന്നില്ല, അങ്ങനെ ഒരു ശൈലിയാണ്. അതാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഇതിൻ്റെ വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ അവിടുത്തെ യക്ഷഗാന കലയുമായി ബന്ധപ്പെട്ട് ഉള്ള ചില വിദഗ്ധരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങൾ, ഈ ബടകുത്തിട്ടിൻ്റെ പ്രാദേശികമായിട്ടുള്ള ഒരു പ്രത്യേകതകൾ കൊണ്ടാകാം ആ ഒരു സ്പീഡ് അല്ലെങ്കിൽ ആ ഫാസ്റ്റ്നെസ് വരുന്നത്. കാരണം അത് മലനാടുമായി ബന്ധപ്പെട്ട് ആളുകളുടെ വ്യവഹാരം, ആളുകളുടെ ജിയോഗ്രാഫിക്കൽ ടെറൈൻ, അതുപോലെ അവർ താമസിക്കുന്ന ചുറ്റുപാടും ഒക്കെ
ആ ഒരു കളിക്ക് ഒരു സ്പീഡ് വരാൻ കാരണം താളത്തിലും അതുപോലെ പാട്ടിലും അവതരണത്തിലും ഒക്കെ ആ ഫാസ്റ്റ്നെസ് വരുന്നു. ഭാഷയിലടക്കം, യക്ഷഗാനത്തിലുള്ള ഭാഷയിലടക്കം വരുന്നു. ഇനി യക്ഷഗാനത്തിൻ്റെ അതിൻ്റെ പ്രയോഗത്തിലേക്ക് വരാം. പ്രയോഗം എന്ന് പറഞ്ഞാൽ യക്ഷഗാനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്ഥൂലമായിട്ടുള്ള പ്രയോഗമാണ്. അതിൽ ഞാൻ ആ സ്ലൈഡിലേക്ക് പോകാൻ ആ ഡിഫറൻസുകൾ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ കാണുന്ന സ്ലൈഡിൽ കാണുന്നത് തെങ്കുതിട്ടു യക്ഷഗാനത്തിൻ്റെ രംഗ സജ്ജീകരണമാണ്. യക്ഷഗാനത്തിൽ പിന്നണി, അതുപോലെ പ്രയോഗത്തിൽ വേഷക്കാർ, അങ്ങനെയാണ്. അത് കഥകളിയിലുള്ളതുപോലെ തന്നെ. പിന്നണിയിൽ ഭാഗവതർ ആണ് അവിടെ ഇരിക്കുന്നത്. അതുപോലെ കൂടെ മദ്ദല അല്ലെങ്കിൽ മൃദംഗം എന്ന് പറയും, രണ്ടും പറയും. മൃദംഗം അല്ലെങ്കിൽ മദ്ദല, രണ്ടുപേരും ആ മഞ്ചത്തിലിരിക്കുന്നു. പിന്നെ രണ്ടുപേര് താഴെ ഒരു ഇലത്താളവും അതുപോലെ ചെണ്ട, ആ രണ്ടുപേരും നിന്നുകൊണ്ടാണ് പ്രയോഗം. ഇങ്ങനെ ഉള്ള ഒരു രംഗസജ്ജീകരണമാണ് യക്ഷഗാനത്തിൻ്റെ തെങ്കുതിട്ടിലുള്ളത്. നേരെ മറിച്ച് ഇത് ബടകുതിട്ടിലേക്ക് വരുമ്പോൾ അവിടെ എല്ലാവരും ഇരിക്കുന്നു എന്നുള്ളതാണ്. ആ ചെണ്ടക്കാരനടക്കം അവിടെ ഇരിക്കുന്നു. ചെണ്ടക്കാരനെ ഇരിക്കാനുള്ള ഒരു സ്ഥലവും അതിനുള്ള ഒരു സാഹചര്യമുണ്ട്. പിന്നെ ബാക്കി മൃദംഗം അല്ലെങ്കിൽ മദ്ദല, അതുപോലെ പദം പാടുന്ന ആൾ ഭാഗവതരാണ്, അവർ അവിടെ വേദിയിലിരിക്കുന്നു. ഇവിടെ താളത്തിന് തെങ്കുതിട്ടിൽ ചേങ്ങല അതുപോലെ ഇലത്താള അത് പതിവുണ്ട് തെങ്കുതിട്ടിൽ. പക്ഷേ ബടകുതിട്ടിൽ ചേങ്ങല ഇലത്താള പതിവില്ല. ആ കവടിത്താളം എന്ന് പറയും, ചെറിയ കവടിത്താളം എന്ന് പറയും. അത് ആണ് അവിടെ. അത് ഭാഗവതർ തന്നെയാണ് വായിക്കുക. അതിന് വായിക്കാൻ വേറെ ആളില്ല. ഭാഗവതർ തന്നെ ആ താളം വായിക്കുകയും മദ്ദല അതുപോലെ ചെണ്ട, ഇതാണ് അതിൻ്റെ പൊതുവെയുള്ള ഇത്. പിന്നെ യക്ഷഗാനത്തിലുള്ള മറ്റൊരു പ്രത്യേകത, അവിടെ പദം ഭാഗവതർ പാടുമ്പോൾ വേഷക്കാരൻ രംഗത്ത് നൃത്തം ചെയ്യുകയും ആടുകയും അതുപോലെ അദ്ദേഹത്തിൻ്റെ അഭിനയ ഭാഗം കഴിക്കും. അതിനുശേഷം ഭാഗവതരുടെ പദം കഴിഞ്ഞ ഉടനെ ആ പദത്തിലുള്ള അതിൻ്റെ സാരാംശം അല്ലെങ്കിൽ അതിൻ്റെ മുഴുവൻ എന്താണോ ആ പദത്തിലുള്ളത് അത് വ്യാഖ്യാനം വാചകമായിട്ട് പറയുകയും ചെയ്യാം. അപ്പോൾ പ്രേക്ഷകരോട് അത് വാചകമായിട്ട് പറയും. ആ പറയുമ്പോൾ കഥയിലുള്ളത് പോലെ ആയിരിക്കും മിക്കവാറും, പക്ഷേ മനോധർമ്മം ഉണ്ട്. കലാകാരൻ്റെ മനോധർമ്മം കൂടി ഉൾച്ചേർത്ത് ആ പ്രയോഗം നടത്തും. അത് നടത്തുമ്പോൾ കലാകാരൻ്റെ പ്രയോഗത്തിൽ സാഹിത്യം എത്ര കണ്ടുണ്ടോ ആ സാഹിത്യത്തോടൊപ്പം ആ കലാകാരനെ ആളുകൾ രസിക്കുകയും അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കലാകാരൻ, യക്ഷഗാനത്തിൽ ഏറ്റവും നല്ല കലാകാരൻ എന്ന് പറയുമ്പോൾ ഈ രംഗത്തിൽ ഈ താളത്തിനനുസരിച്ച് ആടുകയും അഭിനയിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ, അദ്ദേഹം പറയുന്ന ഇതിൽ എത്രമാത്രം സാഹിത്യമുണ്ട് എന്നുള്ളത് വലിയ കാര്യമാണ്. അങ്ങനെ സാഹിത്യപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളോട് സംവദിക്കുമ്പോൾ ആ കലാകാരന് വലിയ ആകർഷണം, വലിയ അംഗീകാരം ഉണ്ടാവാറുണ്ട്. അങ്ങനെ അംഗീകാരമുള്ള ആളുകളിൽ ചിലരാണ് ഞാനിപ്പോൾ പേര് പറയുന്നത്. ശ്രേണി ഗോപാലകൃഷ്ണ ഹെഗഡെ ഒരു വലിയ കലാകാരനാണ്. ഞങ്ങളൊക്കെ പണ്ട് കുട്ടിക്കാലം മുതൽ ഇപ്പോഴില്ല അദ്ദേഹം. അതുപോലെ ശംഭു ഹെഗഡെ, അദ്ദേഹത്തിൻ്റെ മകൻ സദാനന്ദ ഹെഗഡെ ഇവിടെ നമ്മുടെ കൂടൽമാണിക്യ അമ്പലത്തിൽ യക്ഷഗാനം അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ശംഭു ഹെഗഡയുടെ ചേട്ടനുണ്ട് ശിവറാം ഹെഗഡെ. അങ്ങനെ പലരും, മുറൂർ ദേവർ ഹെഗഡെ, ചിട്ടാണി രാമചന്ദ്ര ഹെഗഡെ, ഗോഡെ നാരായണ ഹെഗഡെ, ഇങ്ങനെ അനവധി പേര് ഞങ്ങൾ പണ്ട് കുട്ടിക്കാലത്ത് കാണുന്ന സമയത്തുള്ള കലാകാരന്മാരാണ്. ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഉണ്ടായിരുന്ന വലിയ കലാകാരന്മാരാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കേരളത്തിൽ കഥകളിയിൽ പ്രഗത്ഭന്മാരായ കഥകളി ആചാര്യന്മാരെ നമ്മൾ പറയുന്നത് പോലെയാണ് അവിടെ നമ്മൾ പറയുന്നത്. അങ്ങനെ രംഗത്ത് ഈ കഥയ്ക്ക് അനുസരിച്ച് അല്ലെങ്കിൽ പാട്ടിനനുസരിച്ച് വ്യാഖ്യാനം ചെയ്തുകൊണ്ട് കലാകാരൻ ആ കഥയെ അവതരിപ്പിക്കുന്നു. അങ്ങനെ അവതരിപ്പിക്കുക രണ്ട് കാര്യങ്ങളുണ്ട് അവിടെ. കഥയെ മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, ആനുകാലികമായിട്ട് കണ്ടംപററി ആയിട്ട് നിലനിൽക്കുന്ന ഇന്ന് സമൂഹത്തിൽ നിൽക്കുന്ന ചില കാര്യങ്ങൾ കൂടി അതിൽ പരാമർശിച്ചിട്ടാണ് പോവുക. അത് ഏതാണ്ട് ഇവിടുത്തെ ചാക്യാർ കൂത്തിനെ പോലെ. ചാക്യാർ കൂത്തിൽ ഏകദേശം ഞാൻ കണ്ടിട്ടുള്ള ഏകദേശം അങ്ങനെയാണ്. ആ കഥയെ അതിൻ്റെ കൂടെ നാട്ടിൽ നടക്കുന്ന പല സംഭവങ്ങൾ അതിൻ്റെ കൂടെ ആനുകാലികമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് ചാക്യാർ കൂത്തിൽ. അതുപോലെയാണ് അവിടെയും വരുന്നത്. അപ്പോൾ അവിടെ വാചകമുള്ളത് കൊണ്ട് അഭിനയത്തിന് സൂക്ഷ്മതലമില്ല. കാരണം സൂക്ഷ്മമായ മുദ്രകൾ, ഇങ്ങനെ മുഖത്തുള്ള അഭിനയ ഭാവങ്ങളെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. കാരണം വാചകം കൊണ്ട് പറയല്ലേ.
പറയുമ്പോൾ ഇവിടെ 10-50 മീറ്റർ അപ്പുറത്തിരിക്കുന്ന ആളുകൾ ഈ മുദ്രകളോ അല്ലെങ്കിൽ അഭിനയത്തെ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ ഒരു വാചകം കൊണ്ട് ഇതുപോലെ മൈക്ക് സൗണ്ട്, ഇപ്പോഴത്തൊക്കെ മൈക്ക് ഒക്കെ ഉള്ളതുകൊണ്ട്, ലൗഡ് സ്പീക്കർ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും കേൾക്കാം. അങ്ങനെ പറഞ്ഞ് അതിൻ്റെ കഥയുടെ സാരാംശം പറയും, അത് മുന്നോട്ട് പോകും. അതാണ് യക്ഷഗാനത്തിൻ്റെ പൊതുവേ ഉള്ള ഒരു ഈ 2 തെങ്കു ബടകു തിട്ടു ആണ് ഇപ്പോഴും ഉള്ളത്. ഇനി ഇന്നത്തെ വിഷയത്തേക്ക് വരാം, നളചരിത്രത്തിൻ്റെ ആഖ്യാനം. നളചരിത്രം കർണാടകയിലെ യക്ഷഗാനത്തിൽ ഇപ്പോൾ മുഴുവൻ നളചരിത്ര കളിക്കലില്ല. അത് പണ്ടുണ്ടായിരുന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇപ്പം മുഴുവൻ നളചരിത്ര കളിക്കലില്ല. നളചരിത്രം ആകെ ഇപ്പോൾ കളിക്കുന്നത് ഋതുപർണനും ബാഹുകനുമായിട്ടുള്ള നളദമയന്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കളിക്കുന്നത്. ഒരു 3-3.5 മണിക്കൂർ കൊണ്ട് ഒരു ഷോർട്ട് ഒരു എപ്പിസോഡ് പോലെ അവതരിപ്പിക്കുന്ന ഒരു നളചരിത്ര ഭാഗമാണ് ഇപ്പോൾ വ്യാപകമായിട്ട് കർണാടകയിൽ കളിക്കുന്നത്. കുറച്ചു കാലം മുമ്പ് വരെ നളചരിത്രം മുഴുവൻ കളിച്ചിരുന്നു. പക്ഷേ അത് ഇവിടുത്തെ പോലെ 4 ദിവസമല്ല, ഒറ്റ രാത്രി കൊണ്ട് 7-8 മണിക്കൂർ കൊണ്ട് നളചരിത്രം മുഴുവൻ അവതരിപ്പിക്കുന്ന ഒരു സമ്പ്രദായമാണ് കർണാടകയിൽ ഉണ്ടായിരുന്നത്. അതിപ്പോൾ അതില്ല. ശിവറാം കാരന്ത എന്ന് പറഞ്ഞാൽ ഇവിടെ പലർക്കും അറിയാം, വലിയ എഴുത്തുകാരനും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ശിവറാം കാരന്ത് നളചരിത്രത്തിൻ്റെ കുറേ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അദ്ദേഹം നളചരിത്രത്തെ ബാലെ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു. ഈ റഷ്യൻ ബാലെ പോലെയുള്ള അത് അവതരിപ്പിക്കാൻ ശിവറാം കാരന്ത് കുറേ ശ്രമിച്ചു, അവതരിപ്പിക്കുകയും ചെയ്തു. ഡെമോൺസ്ട്രേഷൻ പോലെ അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ അത് വിജയകരമായിട്ട് നടന്നില്ല. നളചരിത്രത്തിലെ ഹംസം, ഇങ്ങനെയുള്ള കാട്ടാളൻ പോലെയുള്ള വേഷങ്ങളെ അക്രോബാറ്റിക് പോലെയുള്ള അവതരണം കൊണ്ട് ബാലെ അവതരിപ്പിക്കാനുള്ള അവിടെ ഭാഷയില്ല. അഭിനയത്തിന് കൂടുതൽ അക്രോബാറ്റിക്സിന് പ്രാധാന്യമുള്ള രീതിയിൽ ശിവറാം കാരന്ത് ശ്രമിച്ചു. പക്ഷേ അത് അത്ര കണ്ട് വിജയിച്ചില്ല. ഇനി ഇതിലേക്ക് കടക്കാണ് ഈ നളചരിത്രത്തിൻ്റെ. ഇത് ഞാൻ സംഗ്രഹിച്ച ഇത് പ്രകാരം ശ്രീഹർഷനും കനകദാസനും എഴുതിയ കഥകളാണ് നളചരിത്രം കളിക്കുന്നത്. ശ്രീഹർഷൻ നളചരിത്രം എഴുതിയിട്ടില്ല. പിന്നെ കനകദാസരും ആണ്. കനകദാസർ കർണാടകയിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു എല്ലാം കൊണ്ടും ആദരിക്കപ്പെടുന്ന ഒരു പഴയകാല എഴുത്തുകാരൻ എന്ന് പറയാം. നേരത്തെ പോലെ അതിൻ്റെ സമ്പൂർണ്ണമൊന്നും ഇവിടെ ഇല്ല. അങ്ങനെയാണ് ആദ്യം നളചരിത്രം തുടങ്ങുക. ഈ നേരത്തെ 7-8 മണിക്കൂർ ഒറ്റ രാത്രി കൊണ്ട് കളിക്കുന്ന നളചരിത്രം തുടങ്ങുക. ആ തുടക്കം വരുന്നത് ഇങ്ങനെയാണ്. ഇത് നളൻ്റെ വേഷമാണ്. ഇതാണ് നളൻ. അതിൻ്റെ കൗമാര നളൻ ആദ്യം രംഗത്ത് വരുന്നത് കൗമാര നളൻ. കൗമാര നളൻ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ആട്ടമൊക്കെ കഴിഞ്ഞ് അദ്ദേഹം തൻ്റെ പഴയകാല പൂർവികരൊക്കെ സ്മരിച്ചുകൊണ്ട് തൻ്റെ പ്രതാപം ഒക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദിഗ്വിജയത്തിലേക്ക് പുറപ്പെടാണ്. ദിഗ്വിജയം എല്ലാ നാട്ടുരാജാക്കന്മാരെ തോൽപ്പിച്ച് അല്ലെങ്കിൽ ചക്രവർത്തിയാകുന്ന ഒരു സന്ദർഭമാണ് ഈ വേഷത്തിൽ നളൻ അവതരിപ്പിക്കുക ചെയ്യുക രംഗത്ത്. അത് ആദ്യം നളൻ വരുന്നത്. അത് കഴിഞ്ഞാൽ ദിഗ്വിജയത്തിൽ പോകുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞ് ചക്രവർത്തിയായി അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് നായാട്ടിന് പോകുന്നു. നായാട്ടിന് പോയ സമയത്ത് ഹംസത്തെ കാണുന്നു. ഹംസം ഒരു ചലിയിൽ കുടുങ്ങിക്കിടക്കുന്ന ഹംസമാണ് കർണാടകയിൽ യക്ഷഗാനത്തിൽ. അപ്പോൾ അതിനെ രക്ഷപ്പെടുത്തിയിട്ട് അവർ തമ്മിൽ പരിചയപ്പെട്ടതിന് ശേഷം ആ ഹംസത്തെ അരമനയിൽ കൊണ്ടുപോയി ഉദ്യാനത്തിൽ അതിനെ സംരക്ഷിക്കുന്നു. അതാണ് വരുന്നത്. അങ്ങനെ സംരക്ഷിക്കുമ്പോൾ ഹംസവും നളനുമായിട്ടുള്ള ആ സൗഹൃദം ഉണ്ടാകുന്നു. സൗഹൃദത്തിന് ശേഷം ഒരു ദിവസം നളൻ വിഷമത്തിലിരിക്കുന്നത് കണ്ട് ഹംസം ചോദിക്കുന്നു, ഇങ്ങനെ വിഷമത്തിലിരിക്കുന്നതിന് കാരണം എന്താണെന്ന് ചോദിക്കുന്നു. അങ്ങനെ ചോദിക്കുമ്പോൾ നളൻ വാസ്തവം പറയുന്നു. ഇങ്ങനെ ചക്രവർത്തിയായി ഇരുന്ന് എനിക്ക് കുടുംബം എന്നുള്ളത് പ്രജകൾ മാത്രമേ ഉള്ളൂ, വേറെ കുടുംബമായിട്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വിഷമം മനസ്സിലായി. ഹംസം പറയുന്നു, ഞാൻ പറ്റിയ ഒരു വധുവിനെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ട് ആശ്വാസം കൊടുത്തിട്ട് ഹംസം പോവുക ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. കഥകളിയെ പോലെ ഹംസം മാത്രമല്ല, നളനെ ആശ്വാസനം കൊടുത്ത് ഹംസം പോവുകയും മറുവശത്ത് ദമയന്തി അവിടെ അവളുടെ കുണ്ടിനാപുരത്ത് ഉദ്യാനത്തിൽ ഇങ്ങനെ വിഷമത്തിലിരിക്കുമ്പോൾ ദമയന്തിയെ കണ്ട്
അവിടെ ശുക എന്ന് പറയുന്ന ഒരു ഹംസം അതിൻ്റെ പെണ്ണ് എന്ന് പറയാം, ഹംസത്തിൻ്റെ പെണ്ണ് വേഷം. അത് ദമയന്തിയെ ഇതേ വിഷമം കൊണ്ട് ചോദിക്കുമ്പോൾ ദമയന്തിയോട് ആശ്വാസം പറയുന്നു. ഞാൻ പറ്റിയ വരനെ കണ്ടെത്തും എന്ന് ദമയന്തിയോട് പറഞ്ഞിട്ടാണ് പോവുക. ഇങ്ങനെ ഇവർ രണ്ടുപേരും രംഗത്ത് അവതരണമുണ്ട്. രണ്ട് ഹംസവും ശുകനും വരും. വന്ന് ഇവർ തമ്മിൽ ഇങ്ങനെ കണ്ടുമുട്ടാതെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വരനും കിട്ടിയില്ല, വധുവിനും കിട്ടിയില്ല. അപ്പോൾ ഇവർ തമ്മിലൊരു സംഭാഷണമുണ്ട്, എന്താ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ രണ്ടുപേർ കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം അവർ ആലോചിച്ച കാര്യങ്ങൾ ഒരാൾ വരനെയും ഒരാൾ വധുവിനെയും കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പരസ്പരം കൈമാറുന്ന ഒരു രംഗമുണ്ട്. അതാണ് ഇവിടെ കാണുന്ന രണ്ട് വേഷങ്ങൾ. ഇതിൽ ഈ വെള്ള വസ്ത്രം ധരിക്കുന്ന കിരീടമുള്ള ആൾ ഹംസമാണ്, നളൻ്റെ ദൂതായിട്ട് വരുന്ന ഹംസം. പച്ച വേഷത്തിലിരുന്ന ആൾ ശുക. ഈ ശുക ഹംസ എന്ന രണ്ട് കഥാപാത്രങ്ങൾ നളചരിത്രത്തിൽ അവിടെ ഉണ്ട്. ഇവർ രണ്ടുപേരും ദൂതായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം. അങ്ങനെ രണ്ടുപേരും പരസ്പരം കൈമാറ്റലുണ്ട് അവിടെ. അതിൻ്റെ രംഗം ഞാൻ പിന്നീട് കാണിക്കുക, ഒരു ചെറിയ വീഡിയോ കൂടിയുണ്ട്, അവസാനം കാണിക്കുമ്പോൾ മനസ്സിലാവും. അവർ തങ്ങളുടെ കയ്യിലുള്ള ഭാവചിത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി നളനെയും ദമയന്തിയെ അറിയിക്കൽ എന്നുള്ള രീതിയിൽ അവിടെ നിന്ന് പോകുന്നു, ആ രംഗത്തിൽ നിന്ന് പോകുന്നു. പക്ഷേ പിന്നീട് അറിയിക്കലൊന്നും രംഗത്ത് കാണിക്കുന്നില്ല. അത് നളനും ദമയന്തിയും അറിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറിയും. എന്നിട്ട് അവർ പരസ്പരം അനുരാഗത്തിൽ ആവും എന്നുള്ള കഥയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് സാഹചര്യം. അങ്ങനെയാണ് നളചരിത്രത്തിൻ്റെ ആ തുടക്കം വരുന്നത്. എന്നിട്ട് ഇവിടെ നളൻ ദമയന്തിയുമായിട്ട് അനുരാഗത്തിലാകുന്നു. അങ്ങനെ ഓരോ ദിവസം ഇവിടെ കഥകളിൽ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസവും ആ ദമയന്തിയെക്കുറിച്ചിട്ടുള്ള ഓർമ്മകളും ഒക്കെ ആയിട്ട്. പിന്നീട് ഈ യക്ഷഗാനത്തിൽ അത് ഇതിലൂടെ മലയാളത്തിലും ഉണ്ടാവും, അല്ലെങ്കിൽ കഥകളിലും ഉണ്ടാവും. സ്വയംവരത്തിലേക്ക് പോകുന്നു. സ്വയംവരം അരങ്ങേറി ആ സ്വയംവരത്തിലേക്ക് തലേ ദിവസം നളൻ വന്ന് അവിടെ അവർക്ക് ഏർപ്പാടാക്കിയിട്ടുള്ള സ്ഥലത്ത് താമസിക്കുന്നു. അങ്ങനെ താമസിക്കുന്ന സമയത്ത് അവിടെ ദേവേന്ദ്രൻ, അഗ്നി, വരുണ, വായു ഈ 4 പേരും ഈ ഇതിലേക്ക് വരുന്നു എന്നുള്ളത് നളചരിത്രത്തിലുണ്ട്, ഇതിലുണ്ട് കഥകളിയിൽ. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇവർ 4 പേരും 4 വേഷമായിട്ട് രംഗത്ത് വരുന്നു. എന്നിട്ട് നളനെ കാണുന്നു. ആ രംഗത്ത് വരുമ്പോൾ 4 വേഷമായിട്ട് ബ്രാഹ്മണരായിട്ടാണ് വരുന്നത്. ആദ്യം വേഷക്കാരായിട്ട് വരുന്നില്ല, ആദ്യം ബ്രാഹ്മണരായിട്ട് വരും. ബ്രാഹ്മണരായിട്ട് വന്ന് നളനോട് ഒരു ദൗത്യം അവർ ആഗ്രഹപ്പെടുന്നു. ദൗത്യം വെച്ചാൽ നീ തന്നെ ചെന്ന് ദമയന്തിയോട് പിന്മാറാൻ പറയണം, ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ വരിക്കാൻ അല്ലെ വിവാഹം കഴിക്കാൻ ചെന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ നളനാകെ അസ്വസ്ഥനായി, ആകെ പ്രയാസത്തിലായി. ഞാനെങ്ങനെ പോവാ, ഇങ്ങനെ ഒരു സെക്യൂരിറ്റിക്ക് ഉള്ള സമയത്ത് ഞാൻ എങ്ങനെ പോവാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ദേവേന്ദ്രൻ പറയും, സാറില്ല, അത് അദൃശ്യകർണ എന്നുള്ള വരം നൽകി. അദൃശ്യകർണ എന്നുള്ള വരം നൽകി അദ്ദേഹം ആ വരം ഉള്ളത് കൊണ്ട് ആരെയും കാണാതെ കേൾക്കാതെ അന്തഃപുരത്തിലേക്ക് പോകുന്നു. ദമയന്തിയോട് ആ കാര്യം പറയുകയും ദമയന്തി അത് നിരാകരിക്കുകയും അത് ഒരിക്കലും നടക്കില്ല, എൻ്റെ തീരുമാനത്തിൽ കടുകിട മാറ്റമില്ല എന്നിട്ട് ആ രംഗത്ത് നിന്ന് പോവും. ഇത് ഒഴിഞ്ഞു നിന്ന് ദേവേന്ദ്രനും മറ്റും ഈ ദേവതകൾ കാണുന്നു. കണ്ടിട്ട് നളൻ്റെ സത്യസന്ധത മനസ്സിലാക്കിയിട്ട് ആ സത്യസന്ധത ഉള്ള നളനെ വീണ്ടും വരം കൊടുക്കുന്നു. അതായത് വെള്ളമില്ലാതെ പാചകം ചെയ്യുക, അതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. വെള്ളമില്ലാതെ പാചകം ചെയ്യുക, അഗ്നിയില്ലാതെ പാചകം ചെയ്യുക, പിന്നെ വായുവേഗം കൈവരിക്കുക എന്നുള്ള വരങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ അവരുടെ വഴി തരും. ഇതാണ് ഈ 4 വേഷങ്ങൾ കാണിക്കുക. ഇവിടെ 5 പേരും ഉണ്ട്, നളനും ഉണ്ട്. ഈ വെള്ള വസ്ത്രമുള്ള വേഷമാണ് നളൻ. ബാക്കി ഒരേപോലെയുള്ള പച്ച വസ്ത്രമുള്ള 4 പേരും, അതിൽ ഒരാൾ ഇന്ദ്രൻ, അഗ്നി, വരുണ, വായു, ഇങ്ങനെ 4 പേരും 4 വേഷമായിട്ട്. ഇവരെന്നെ ഈ 4 പേര് തന്നെ വേഷം മാറും. വേഷം മാറിയിട്ടാണ് ആദ്യം നളനെ കാണാൻ വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ആദ്യം വരുന്നത് വേഷം മാറിയിട്ടാണ്, ബ്രാഹ്മണരായിട്ടാണ് വരിക. നളനെ അങ്ങനെ വേഷത്തിലല്ല കാണുക, ബ്രാഹ്മണ വേഷത്തിലാണ് വരുന്നത്. ബ്രാഹ്മണ വേഷത്തിൽ വന്ന് നളനെ ഈ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പിന്നീടാണ് അവരുടെ സ്വസിദ്ധ വേഷത്തിലാണ് വരുന്നത്, 4 പേര് വരുന്നത്. ഇത് കഥകളിയിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ കണ്ടിട്ടില്ല. 4 പേര് വരുന്നത്, രംഗത്ത് വരുന്നത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അത് അങ്ങനെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ്
പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ദേവേന്ദ്രന്മാർ അവർ സമ്മതിച്ചു ഒക്കെ വരം കൊടുത്തു. പിറ്റേ ദിവസം എന്തായാലും അവർ പറഞ്ഞു എന്തായാലും ഞങ്ങൾ പിറ്റേ ദിവസം സ്വയംവരത്തിലുണ്ടാവും. കാരണം ഞങ്ങൾക്ക് നളനെ പരീക്ഷിച്ച പോലെ ദമയന്തിയും കൂടി ഒന്ന് പരീക്ഷിക്കാനുണ്ട്. അവളുടെയും കൂടി മനസ്സിൽ എന്താണെന്ന് അറിയണം. അതുകൊണ്ട് നാളെ സ്വയംവരത്തിൽ ഞങ്ങളുണ്ടാവും എന്ന് പറഞ്ഞ് 4 പേരും നളൻ്റെ രൂപത്തിലാണ് ഈ 4 പേര് വരുന്നത്. അപ്പോൾ ദമയന്തിക്ക് ആകെ സ്വയംവര സമയത്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. സരസ്വതിയെ പ്രാർത്ഥിക്കൂ. സരസ്വതി ഇങ്ങനെ അശരീരി കേൾക്കുന്നു. ഇങ്ങനെ ദേവന്മാർക്ക് കണ്ണ് മിഴിയില്ല, കാല് നിലത്തോടില്ല, അങ്ങനെ പ്രത്യേകതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്ത ഒരാളാണ് നളൻ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അത് ഓക്കെ. അപ്പോൾ മനസ്സിലായി യഥാർത്ഥ നളനെ സ്വയംവരത്തിൽ അവൾ തിരഞ്ഞെടുത്തു എന്നാണ് ആ കഥ. അങ്ങനെ തന്നെയാണ് വരുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നളചരിത്രത്തിലുള്ളതുപോലെ കഥ മുന്നോട്ട് പോകുന്നു. അവർ രാജ്യം ഭരിക്കുന്നു, വളരെ സുഖമായിട്ട് താമസിക്കുന്നുള്ള ഇതുണ്ട്. പിന്നീട് ഇവിടെ ശകുനി എന്നുള്ള ഇവിടെ മറ്റേ കലിദ്വാപരൻ വരുന്നതാണ് നളചരിത്രത്തിൽ വരുന്നത്. പക്ഷേ അവിടെ കലിദ്വാപരനല്ല, ശകുനി എന്നുള്ള ഒരു വേഷം, ശകുനി എന്നുള്ള കഥാപാത്രമാണ് അവിടെ രംഗത്ത് വരുന്നത്. കാരണം നളൻ ഇങ്ങനെ വിവാഹം കഴിച്ചതെന്നുള്ളത് ഇന്ദ്രാദികൾ മടങ്ങുമ്പോൾ ശകുനി അവരെ കണ്ടു, വഴിയിൽ വെച്ച് കണ്ടു. എന്താണ് ഒരു മുഖം വാടി വല്ലാത്ത രീതിയിൽ പോകുന്നുണ്ടല്ലോ, നിങ്ങൾ എവിടേക്കാണ് പോയത്, എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ദമയന്തിയുടെ സ്വയംവരത്തിലേക്ക് പോയി വരികയാണ്, ഞങ്ങളെ അപമാനിച്ചു, അവൾ നളനെ വരിച്ചു, ഞങ്ങളെ നിരാകരിച്ചു എന്ന് പറഞ്ഞിട്ട് ആ അപമാനത്തിൽ ഞങ്ങൾക്ക് കുറച്ച് വിഷമമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശകുനിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ദേഷ്യം തോന്നി. ശനി സോറി യെസ് താങ്ക് യു. ശകുനിയല്ല, ശനി. സോറി, ഇത് പറഞ്ഞപ്പോൾ ശകുനി എന്നായിപ്പോയി. ശനി. ഓക്കെ. അപ്പോൾ ശനി ഇത് പറഞ്ഞപ്പോൾ ദേവേന്ദ്ര അതുപോലെ അവരെ കണ്ട് ഇങ്ങനെ കാര്യം മനസ്സിലാക്കിയപ്പോൾ ശനി പറഞ്ഞു ഇത് വെറുതെ വിടാൻ പറ്റില്ല, അപ്പോൾ നളനെ പാഠം പഠിപ്പിക്കണം എന്ന് ശനിക്ക് കോപം വന്നു. ആ കോപം വന്ന ശനി എന്ത് ചെയ്തു, നളനെ പിടികൂടാൻ വേണ്ടി അവസരം കാത്തിരുന്നു. ആ പിടികൂടാൻ വെച്ചാൽ അങ്ങനെയല്ല, നളൻ എല്ലാം കൊണ്ടും ഒരു ചിട്ടയുള്ള അങ്ങനെ ഒന്നിനും കുറവില്ലാത്ത ഒരു ആളായതുകൊണ്ട് ശനിക്ക് അങ്ങോട്ട് ശരീരത്തിൽ പ്രവേശിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. പക്ഷേ അവസരം കാത്തിരിക്കണം. അപ്പോൾ ആ അവസരത്തിൽ എന്ത് പറ്റിയെച്ചാൽ ഇവർ നളനും ദമയന്തിയും ഉദ്യാനത്തിൽ ഇങ്ങനെ വിഹരിക്കുന്ന സമയത്ത് നളനെ ക്ഷീണം തോന്നി ദമയന്തിയുടെ മടിയിൽ കിടക്കുകയാണ്. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ആൾ ഉറങ്ങിപ്പോവാണ്, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. കുറേ വൈകിയപ്പോൾ സമയം വൈകുന്നോറും അപ്പോൾ ദമയന്തി തട്ടി ഉണർത്തി പറയൂ വൈകിപ്പോയി, ഇനി സന്ധ്യാവന്ദനം ചെയ്യേണ്ടേ, അന്തഃപുരത്തിലേക്ക് പോകണ്ടേ എന്നൊക്കെ പറഞ്ഞ് തട്ടി ഉണർത്തി എണീറ്റപ്പോൾ ആൾ എണീറ്റപ്പോൾ സമയം വൈകിപ്പോയി. എന്നിട്ട് അപ്പോൾ ഉടനെ അവിടെ ധൃതിയിൽ കാല് കഴുകിയെന്ന് വെച്ചു, തീർത്ഥം സ്വീകരിച്ചു എന്ന് വെച്ചു. അതിൽ പെശകുണ്ടായി. അതിൽ പെശകെന്ന് വെച്ചാൽ കാല് കഴുകിയില്ല, മുഴുവൻ പാദത്തിൻ്റെ പിൻവശം വെള്ളം കൊണ്ട് കഴുകിയില്ല. അതൊക്കെ ദോഷമായിട്ട് വന്നു. കർണാടകയിൽ ഒരു പ്രയോഗമുണ്ട്, ശനി പിടിക്കുമെന്ന് പറയും. ഇങ്ങനെ കാല് മുഴുവനായിട്ട്, അതിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഒക്കെ കാല് മുഴുവനായിട്ട് അമ്മമാർ പറയും മുഴുവനായിട്ട് കാല് കഴുകി കയറാൻ. കാരണം അത് ശനി പിടിക്കും എന്നുള്ള ഒരു പ്രയോഗം കർണാടകത്തിൽ ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടത്. അപ്പോൾ ശനി പിടിക്കും എന്നുള്ളത് കൊണ്ട് അങ്ങനെ നളനെ ശനി ബാധിച്ചു എന്നുള്ളതാണ് അവിടെ വരുന്നത്. ശനിയുടെ വേഷമാണ് വരുന്നത്. ഇതാണ് ശനിയുടെ വേഷരൂപം. ഇങ്ങനെയാണ് ശനി. ഈ വേഷത്തിന് അല്പസ്വല്പം ഈ ബടകു തെങ്കുത്തിറ്റിൽ അല്പസ്വല്പം വേഷത്തിൽ മാറ്റങ്ങളുമുണ്ട്. അത് കൃത്യമായിട്ടുള്ള വേഷങ്ങൾ ഞാൻ ഇവിടെ എടുത്തിട്ടില്ല. ഇത് ശനിയുടെ ഒരു വേഷമാണ്. അപ്പോൾ ശനി ബാധിച്ച നളനും പിന്നീട് ശനി ഇത്രയും പോരാ എന്ന് പറഞ്ഞ് പുഷ്കരൻ്റെ അടുത്ത് പോവും. പുഷ്കരൻ്റെ അടുത്ത് പോയിട്ട് ഈ ജൂത് ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അതുപോലെ ജൂതിനെ വിളിക്കുന്നു. ജൂതിൽ നളൻ തോൽക്കുന്നു, രാജ്യം വിടുന്നു. അങ്ങനെയുള്ള ഒരു ഭാഗം ആണ് മുന്നോട്ട് വരുന്നത്. ശനി ബാധിച്ചതുകൊണ്ട് എന്നുള്ളതുകൊണ്ട് ആ വ്യത്യാസം പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇവിടെ കലിദ്വാപരനില്ല, പകരം ശനിയാണ് ബാധിക്കുന്നത് എന്നുള്ളത്. ഇനി ഇത് കഴിഞ്ഞാൽ നളൻ്റെ വേഷം മാറും. നളൻ്റെ കൗമാരവേഷം വേറെ, ചക്രവർത്തിയായിരിക്കുന്ന വേഷം വേറെ, നളൻ വനത്തിൽ കാട്ടിൽ പോകുന്ന സമയത്തുള്ള വേഷം വേറെ, ബാഹുക്കനായിട്ടുള്ള വേഷം വേറെ. അങ്ങനെ 4 തരത്തിലുള്ള വേഷങ്ങളാണ് നളന് ഉള്ളത്. അപ്പോൾ അടുത്തത് ഈ രാജ്യമൊക്കെ നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോകുന്ന നളനും ദമയന്തിയാണ് ഈ കാണുന്നത്.
രാജ്യം നഷ്ടപ്പെട്ടു, ആഭരണങ്ങളെയൊക്കെ എല്ലാം ഉപേക്ഷിച്ചു. ഒറ്റ വസ്ത്രം കൊണ്ട് രണ്ടുപേരും നാട്ടിൽ നിന്ന് പെരുമ്പറ കൊട്ട്, അന്ന് സൂരജ് അവതരിപ്പിച്ച പോലെ പെരുമ്പറ കൊട്ട് അവരെ പുറത്താക്കി ചെയ്യാം. അങ്ങനെ പുറത്താക്കിയപ്പോൾ അവർ രണ്ടുപേരും കാനനവാസികളായിട്ട് മാറുന്ന ഒരു രംഗം. അങ്ങനെ കാനനവാസിയായിട്ട് പോകുമ്പോൾ അതൊക്കെ നളചരിത്രത്തിൽ ഇവിടെ കഥകളിലുള്ളതുപോലെയാണ് കഥ വരുന്നത്. അപ്പോൾ അവർ ക്ഷീണിതരായി ഇരിക്കുന്ന സമയത്ത് ദമയന്തി ഉറങ്ങുന്നു. ദമയന്തി ആശ്ലേഷിച്ച് ഉറങ്ങി, വെള്ളം കൊടുത്തു, അങ്ങനെയൊക്കെ ചെയ്ത് നളൻ പരിചരിക്കുന്നു. അങ്ങനെ ദമയന്തി ഉറങ്ങിപ്പോകുന്ന സമയത്ത് നളൻ ഓരോന്നും ആലോചിച്ച് കൂട്ടി, ഇനി കൂടെ പോകുന്നത് ശരിയല്ല. എന്നുവെച്ചാൽ ദമയന്തിക്ക് കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ അച്ഛൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുത്തുകൊണ്ട് താൻ ഉപേക്ഷിച്ച് പോയാൽ എങ്ങനെയെങ്കിലും അവൾ അച്ഛൻ്റെ വീട്ടിലേക്ക് പൊക്കോളും എന്നുള്ള ധൈര്യത്തോടു കൂടി ധൈര്യം സംഭവിച്ച് ആ രംഗമൊക്കെ വളരെ പ്രകടമായി കളിക്കുന്ന രംഗങ്ങളാണ്. ആ ഭാവം, അതായത് ഉപേക്ഷയ്ക്ക് പോകാൻ കഴിയില്ല, എന്നാൽ നിവൃത്തിയില്ല എന്നുള്ള ആ ഒരു ഇത്, അതൊക്കെ കഴിഞ്ഞ് നളൻ പോകുന്നു. അതിനുശേഷമാണ് അവർ രണ്ടുപേർക്കും പ്രയാസങ്ങൾ വരുന്നത്. അപ്പോൾ ആദ്യം ദമയന്തിക്കുള്ള അത് നളചരിത്രത്തിൽ പോലെയുള്ള അത് പാമ്പ് വിഴുങ്ങുന്ന സമയത്ത് ഇവിടെ കാട്ടാളനാണ്, പക്ഷേ അവിടെ കാട്ടാളെന്ന പേര് വേടൻ വേട്ടക്കാരൻ എന്ന് പറഞ്ഞ വേട്ടക്കാരനാണ് രക്ഷിക്കുന്നത്. പിന്നെ അദ്ദേഹം മോഹിച്ചു, പിന്നെ ഇവള് പാതിവ്രത്യം കൊണ്ട് ആൾ ദഹിച്ചു പോയി എന്നുള്ള കഥ അങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ബാഹുകനായിട്ട് ഈ പാമ്പ് കാർക്കോടകൻ കടിക്കുന്നു. കാർക്കോടകൻ കടിച്ചു കഴിഞ്ഞപ്പോൾ നളൻ ബാഹുകനായിട്ട് രൂപം മാറും, ബാഹുകനായിട്ട്. പക്ഷേ കാർക്കോടകൻ കടിക്കുന്നത് ഇവിടെയും അതുപോലെയാണെന്ന് തോന്നുന്നു. കാർക്കോടകൻ കടിക്കുന്നത് ഒരു ഗുണം ചെയ്യും എന്നുള്ളതാണ്. അത് ദോഷമായിട്ട് വരുന്നില്ല, പിന്നീട് അത് ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ അത് കഥയിൽ പറയുന്നു എന്നുള്ളത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നളൻ ബാഹുകനായിട്ട് ആ വഴിക്ക് പോകുന്നു. ദമയന്തി ഇവിടെ ചേതി രാജ്യത്ത് വന്ന് ചേർന്നു എന്നുള്ളതാണ്. അവിടെ ചേതി രാജ്യത്ത് രാജ്ഞിയുടെ അടുത്ത് അഭയം തേടി എന്നുള്ളതാണ്. ഇങ്ങനെ ഇത് കഥകളിയിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേതി രാജ്യത്ത് വന്ന് അവൾ ആദ്യം അവിടെ അഭയം തേടി വസിക്കുന്നു എന്നുള്ളതാണ്. ആ ചേതി രാജ്യത്ത് വസിക്കുമ്പോഴാണ് ഇവിടെ കുണിനപുരത്ത് ഭീമരാജൻ അന്വേഷിക്കാൻ വേണ്ടി ബ്രാഹ്മണരെ അങ്ങനെ പല വഴിക്ക് വിട്ടു. അങ്ങനെ വിട്ടപ്പോൾ ഈ ചേതി രാജ്യത്തിൽ കൂടി അവിടെ ഇത് ഇവിടെയുള്ളത് സുദേവനോ മറ്റോ ആണ് എന്ന് തോന്നുന്നു ഇങ്ങനെ അന്വേഷിച്ച് വരുന്നത്. രണ്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഇവിടെ പിന്നീട് അവർ മനസ്സിലായത് അത് ചിറ്റമ്മയാണ്, ചിറ്റമ്മയുടെ കൂടെയാണ് ഇവൾ താമസിക്കുന്നത്. അത് പിന്നീടൊക്കെ അവർ മനസ്സിലായത്. അവിടെ ഈ ബ്രാഹ്മണർ വരുന്നു, അതൊക്കെ കണ്ട് മനസ്സിലാക്കി അവിടെ അവൾ ദമയന്തി ആണെന്ന് ഉറപ്പിക്കുന്നു. അങ്ങനെ ഉറപ്പിച്ചതിന് ശേഷം ദമയന്തിയും കൊണ്ട് കുണ്ടിനാപുരത്തേക്ക് പോകുന്നു എന്ന ഒരു സന്നിവേശമാണ് അവിടെ വരുന്നത്. അപ്പോൾ രാജ്ഞിയുടെ കൂടെ പറഞ്ഞ് ഇവൾ ദമയന്തിയാണെന്ന് നേരത്തെ അറിഞ്ഞിരുന്നില്ല രാജ്ഞിക്ക്. പിന്നീട് അറിഞ്ഞപ്പോൾ ബ്രാഹ്മണരുടെ കൂടെ കുണ്ടിനാപുരത്തേക്ക് പറഞ്ഞയക്കുന്നു. ഇതാണ് ഈ ദമയന്തിയുടെ ആ മുഴുവൻ കുണ്ടിനാപുരത്തേക്ക് തിരിച്ചെത്തുന്ന ഒരു രംഗം അവതരിപ്പിക്കുന്നത്. അപ്പുറത്ത് ബാഹുകനായിട്ട് ഇദ്ദേഹം ചെല്ലുന്നത് ഋതുപർണൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഋതുപർണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, ബാഹുകനായിട്ട് ചെല്ലുന്ന ഒരു രംഗം. ഇവിടെ ബാഹുകൻ നേരത്തെ പറഞ്ഞു, രാജാവായ നളൻ ബാഹുകനെ കാർക്കോടകൻ കടിക്കുന്ന ഒരു രംഗം. അതിനുശേഷം ബാഹുകനായിട്ട് മാറുന്നു. ബാഹുകനായിട്ട് മാറിയ ശേഷം ഋതുപർണൻ്റെ അടുത്തേക്ക് വരുന്നു. ഇത് ഋതുപർണൻ്റെ വേഷം, ബാഹുകൻ്റെ വേഷം. ഇവിടെ ബാഹുകൻ്റെ വേഷത്തിന് രണ്ട് ഇതുകളുണ്ട്. ബടകു തെങ്കുതിട്ടിലെ ഇത് തെങ്കുതിട്ടിലെ ബാഹുകനാണ്. ബാഹുകൻ്റെ വേഷത്തിനേക്കാൾ കൂടുതൽ രൂപമാണ് കൂടുതൽ അവിടെ പ്രയോഗത്തിലുള്ളത്. അവിടെ വേഷത്തിനല്ല, പക്ഷേ രൂപം, ആ ബാഹുകൻ ഏതാണ്ട് എങ്ങനെയാണോ ആ രൂപം ഉണ്ടാക്കി രംഗത്ത് വരുന്നു. പക്ഷേ ബടകുതിട്ടിൽ അങ്ങനെയല്ല, അവിടെ വേഷമുണ്ട്. ഇപ്പോൾ കഥകളിയിലും അങ്ങനെ, കഥകളിൽ ബാഹുക്കന് വേഷമുണ്ട്, ആ വേഷത്തോടു കൂടിയാണ് രംഗത്ത് വരുന്നത്. അതുപോലെയാണ് ഇവിടെ വരുന്നത്. ഇപ്പോൾ ബടകുതിട്ടിലെ ബാഹുക്കൻ ഇങ്ങനെയാണ്, അവിടെ വേഷത്തോടു കൂടിയാണ് ബടകുതിട്ടിലെ ബാഹുക്കൻ വരുന്നത്. അപ്പോൾ അങ്ങനെ വന്ന ശേഷം പിന്നീടുള്ള കഥകളൊക്കെ ഏതാണ്ട് നളചരിത്രം ഈ കഥകളിയിലുള്ള കഥയുടെ പോലെ ആണ് അവസാനിക്കുന്നത്. അത് ഋതുപർണൻ്റെ അടുത്തേക്ക് ഈ പാചകം
ചെയ്യുന്ന ആദ്യം കുതിരകളുടെ ചുമതലയായിരുന്നു. അതിനുശേഷം കാട്ടിൽ നായാട്ടിനെ പോയപ്പോൾ ഋതുമണൻ ആകെ വല്ലാണ്ടായി. ആൾക്ക് വെള്ളവും ഭക്ഷണവും ഒന്നുമില്ലാതെ, വായു, നീര്, വെള്ളം, അഗ്നി ഒന്നുമില്ലാതെ പാചകമൊക്കെ ചെയ്തു, വെള്ളം കൊടുത്തു. വളരെ രുചിയായി ഭയങ്കര സ്വാദിഷ്ട ഭക്ഷണം കൊടുത്തപ്പോൾ അദ്ദേഹം ഋതുപർണനെ പല പല സംശയങ്ങളുണ്ടായിരുന്നു. ഇദ്ദേഹം നളനാണോ എന്ന സംശയം പല ഘട്ടങ്ങളിൽ തോന്നിയിരുന്നു. ആ തോന്നലുകളൊക്കെ ആൾ അന്ന് ചോദിച്ചില്ല എന്നുള്ളൂ. പിന്നീട് ഇവർ രണ്ടുപേരും സ്വയംവരത്തിൻ്റെ അവിടേക്ക് പോകുന്നു. അതായത് ആദ്യം ആ രംഗങ്ങളൊക്കെ ഉണ്ട് അതിൽ. അതായത് സ്വയംവരത്തിൽ പോകാൻ 15 ദിവസമെങ്കിലും വേണം, ഞാൻ എങ്ങനെ പോകും, പോയിരുന്നെങ്കിൽ ഞാൻ ആ സ്വയംവരം നിർത്തിയേനെ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഭയങ്കര ആവേശഭരിതനാവും ഋതുപർണൻ. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ബാഹുകൻ പറഞ്ഞു, അങ്ങനെ പോകാൻ താല്പര്യമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ ഇതായി. പിന്നെ അങ്ങനെ രഥം തയ്യാറാക്കി ആ കുതിരകളുടെ, അതൊക്കെ ആ സന്നിവേശങ്ങളൊക്കെ മലയാളത്തിലുള്ളതുപോലെ ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. വഴിമധ്യേ ഇദ്ദേഹത്തിൻ്റെ ഉത്തരീയം പിന്നിട്ട് വീണു പോവും. അപ്പോൾ അത് എടുക്കാൻ നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ നിന്ന് കഴിഞ്ഞാൽ പറ്റില്ല, അത് കുറേ ദൂരെ 62 യോജന ദൂരാന്നൊക്കെ പറഞ്ഞ്, അത്രയും ദൂരെയാണ് ആ വീണ സ്ഥലം, അവിടേക്ക് ഇനി പോയി എടുക്കാനൊന്നും പറ്റില്ല, അത് മറന്നു കളയാൻ, നമുക്ക് പോയേണ്ട സ്ഥലത്തേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒന്നുകൂടി നിർത്തിയിട്ട് ഇനി സത്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ സംഗതികളൊക്കെ അവിടെ, ഇത് കഥകളിയിൽ അങ്ങനെ തന്നെയാണ് എന്ന് തോന്നുന്നു. അങ്ങനെ പറഞ്ഞ് കുടിനാപുരത്തേക്ക് എത്തുന്നു. എന്തായാലും അവിടെ സ്വയംവരം ഇല്ല. പക്ഷേ കന്നഡയിൽ അങ്ങനെയല്ല. കന്നഡ യക്ഷഗാനത്തിലെ സ്വയംവരത്തിൻ്റെ സജ്ജീകരണം ഉണ്ട് അവിടെ നാട്ടുരാജാക്കന്മാരൊക്കെ ഈ സ്വയംവരത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. അവർക്ക് എല്ലാ താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തേക്കാണ് ഋതുപർണനും ബാഹുകനും വന്നെത്തുന്നത്. പക്ഷേ അവളെ ഈ ബാഹുകനെ തിരിച്ചറിയുന്നത് ഈ പറയുന്ന പോലെ പാചകം ഇത് അറിയാൻ വേണ്ടി ഈ ഭീമരാജൻ എന്ത് ചെയ്തു വെച്ചാൽ ഭക്ഷണത്തിൻ്റെ സാമഗ്രികളൊക്കെ കൊടുത്തു എല്ലാവർക്കും. പക്ഷേ വെള്ളം അഗ്നി കൊടുത്തിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ബാഹുകൻ അദ്ദേഹത്തിന് പ്രശ്നമില്ല. കാരണം നളനെ ഇതൊന്നും ഇല്ലാതെ പാചകം ചെയ്തു. ഋതുപർണനെയും കൊടുത്തു, അവരും ഭക്ഷണം കഴിച്ചു. പക്ഷേ ബാക്കി വന്ന രാജകുമാരന്മാരൊക്കെ ഭക്ഷണം ഇല്ലാതെ ഇങ്ങനെ അവർ പ്രയാസത്തിലായി. അതൊക്കെ ആ രംഗത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇത് ഒരു വേലക്കാരി ഭക്ഷണം കൊണ്ടുപോയി എന്നാണ് ആ കഥയിൽ വരുന്നത്. വേലക്കാരിയാണ് ഈ പാചകപ്പുരയിൽ വന്ന് ഭക്ഷണം കൊണ്ടുപോവുകയും ആ ഭക്ഷണം ദമയന്തി കഴിച്ചിട്ട് അവിടെ സംഗതി അവൾക്ക് വന്നത് നളൻ തന്നെയാണെന്ന് ഉറപ്പായി. പിന്നെ അവസാനത്തെ രംഗത്തിലേക്ക് കിടക്കുകയാണ്. ബാഹുകനെ കാണാൻ ദമയന്തി വന്ന് അവസാനത്തെ കാണലും ഒക്കെ. പക്ഷേ ഇവിടെ അവസാനിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ കഥകളിയിൽ കാണുന്നത് ആദ്യം ബാഹുകൻ ദമയന്തിയെ കുറ്റപ്പെടുത്തലാണ്. എന്നുവെച്ചാൽ പുനർവിവാഹത്തിന് എങ്ങനെ മനസ്സ് തോന്നി എന്നൊക്കെ പറഞ്ഞ ഒരു കുറ്റപ്പെടുത്തലാണ് ഇവിടെ വരുന്നത്. പക്ഷെ അവിടെ അങ്ങനെ ഒരു രംഗം ഇല്ല. അവിടെ ബാഹുകൻ സമ്മതിക്കില്ല, താൻ നളനാണെന്ന് സമ്മതിക്കില്ല. പക്ഷേ ദമയന്തി പല രീതിയിൽ അന്വേഷണം നടത്തി, പല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം ഈ ഒരു വസ്തുനിഷ്ഠമായി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നളനാണെന്നുള്ള ഒരു ബോധ്യമായി. എന്നിട്ട് അവൾ പറഞ്ഞു, എന്നിട്ട് നളനല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളല്ലാതെ വേറൊരു നളൻ ഉണ്ടാവാൻ സാധിക്കില്ല ഈ ഭൂലോകത്ത്. അതുകൊണ്ട് അങ്ങനെ നളനില്ലാത്ത ഒരു ജന്മം അല്ലെങ്കിൽ ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വിഷം കഴിച്ച് മരിക്കാനാണ് തയ്യാറാവുന്നത്. അങ്ങനെ മരിക്കാൻ തയ്യാറായപ്പോൾ ദമയന്തിയെ പിടിച്ചു നിർത്തുന്നു, നളൻ സമ്മതിക്കുന്നു, അവർ രണ്ടുപേരും ഒന്നിക്കുന്നു എന്നതാണ് ആ കഥയുടെ അവസാനം. ഇങ്ങനെയാണ് ഈ യക്ഷഗാനത്തിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു അവതരണം കാണിക്കാം. അതിനു മുന്നേ ഞാൻ 1-2 പേര് ഇവിടെ ഇവർക്ക് നന്ദി പറയാനുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ ആ വീഡിയോയിലേക്ക് കിടക്കാം. അന്ന് കഥകളി ക്ലബ്ബിക്ക് പറയാൻ നിവൃത്തില്ല. കാരണം കഥകളി ക്ലബ്ബ് ഇങ്ങനെ ഒരു പരിപാടി 16 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി നടത്തുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. 50 വർഷം പിന്നിടുന്ന കഥകളി ക്ലബ്ബ് ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. പിന്നെ ജി വി ഹെഗഡെ എന്ന ഒരു വ്യക്തി കർണാടകയിൽ
കഥ യക്ഷഗാനത്തെ നല്ല രീതിയിൽ സൂക്ഷ്മമായി അവലോകനം ചെയ്യുന്ന ആളാണ് ജി വി ഹെഗ്ഡെ. അതുപോലെ ബെളിയൂർ ദേവേന്ദ്ര, അദ്ദേഹം യക്ഷഗാനത്തെ അതേപോലെ ചെയ്യുന്ന ആളാണ്. പിന്നെ മനോഹര ബിയർ, ഇവരൊക്കെ കണ്ടുമുട്ടാൻ സഹായിച്ച ആളാണ്. അപ്പോൾ അങ്ങനെ അവർക്കും ഈ അവസരത്തിൽ നന്ദി പറയുന്നു. കഥകളി ക്ലബിന് ഇനി ഈ വീഡിയോയിലേക്ക് കിടക്കാം. ಅನುರೂಪನ
ಮನಸ್ಸಿಗೆ ಮಾತಾಡುವವರಿಗೆ ಮೆಚ್ಚುಗೆ ಆದ್ರೆ ಮತ್ತೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಕಡಿಮೆ ಇದ್ದು ನಾವು ಸೇರಿಸುವುದು. ಈ ನೆಂಟಸ್ತಿಗೆ ಮಾಡುವವರಿಗೆ ಸರಿ ಬರಲಿಲ್ಲ ಅಂತ ಆದ್ರೆ ಮತ್ತೆ ಸರಿ ಬರುವುದು ಆಗುವುದೇ. ಇನ್ನು ಮೇಲೆ ನನಗೊತ್ತು ಈ ಸಂಬಂಧ ಗಟ್ಟಿಯಾಯಿತು ಅಂತಾದ್ರೆ ಆಚೆಗೆ ವಿಷಯಗಳನ್ನು ಮುಗಿಸುವುದಕ್ಕೆ ನನ್ನ ಹೆಸರೇ ಬಂದಿದೆ. ಅಂಚೆ ಒಂದು ಹೆಸರು ಅದೇ ಇದು ಹೇಳಿದ ಹಾಗೆ ನಿನ್ನ 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 ನಮ್ಮ ಗಂಡನ್ನು ನನ್ನ ಕೈಗೆ ಕೊಡ್ತಾ ಇದ್ದೇನೆ. ಗಂಡಿನ ಭಾವ ಜಾಗ್ರತೆ ಬೇಡದಿದ್ರೆ ಬೇಗ ಕೊಟ್ಟು ಬಿಡು. ಇನ್ನು ಯಾರ್ಯಾರಿಗೆ ತೋರಿಸುತ್ತಲ್ಲ ಬೇಡ ಬೇಕುತ್ತಲೇ ಆಗುತ್ತದೆ. ಇನ್ನು ಭಾವಚಿತ್ರ ಕೈ ಹಿಡಿದುಕೊಂಡು ತಿರುಗಿ ತಿರುಗಿ 4 ವರ್ಷ ಕಳೆದರೆ ಬೇಡ. ಗೊತ್ತಾಯ್ತಲ್ಲ? ಜಾಗ್ರತೆ. ನೀವು ಹೇಳಿದ ಹಾಗೆ ಒಂದು ವೇಳೆ ಅಲ್ಲ ಅದು ಪೂರ್ತಿ ಆಗ್ತದೆ ಅಂತಲೇ ನೆಂಟಸ್ತಿಗೆ ಕೂಡಿ ಬಂತು ಅಂತಾದ್ರೆ ದಿಬ್ಬದ ನಿಮ್ಮ ಮನೆಗೆ ನಾವು ಬರುವುದಾ, ನಮ್ಮ ಮನೆಗೆ ನೀವು ಬರುವುದಾ? ನಾನು ಮುಂದೆ ನೀನು ಸಿಕ್ಕು ಏನು ಬರ್ತೇನೆ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഇതാണ് യക്ഷഗാനത്തിൽ ഞാൻ ശേഖരിച്ച് കൊണ്ടുവന്ന നളചരിത്ര അവതരണം ഇതുപോലെയാണ്. മുഴുവൻ കളി ഇപ്പോൾ ഇല്ല, അതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ഇപ്പോൾ കളിക്കാറുള്ളൂ. ദമയന്തി, പുനർസ്വയം, അത് മാത്രമാണ് ഇപ്പോൾ പതിവുള്ളത്. താങ്ക് യു. യക്ഷഗാനത്തിൽ നളചരിതത്തിൻ്റെ ആഖ്യാനങ്ങളെക്കുറിച്ച് പറഞ്ഞു തന്നതും വളരെ വിജ്ഞാനപ്രദമായിരുന്നു. ഇതിനെക്കുറിച്ച് പ്രേക്ഷകർക്ക് കൂടുതൽ എന്തെങ്കിലും സംശയ ദൂരീകരണങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മാസ്റ്റർ, യക്ഷഗാനത്തെക്കുറിച്ചിട്ടുള്ള ഈ അവതരണം വളരെ ഗംഭീരമായി തോന്നി. കഥകളിയിൽ കാണുന്നതിനേക്കാൾ കൂടുതലായിട്ട് ചില ഭാഗങ്ങളിലൊക്കെയുള്ള ഈ കഥാവ്യതിയാനങ്ങൾ കുറച്ചും കൂടി യുക്തിയുക്തമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ആദ്യം തന്നെ ഹംസത്തെ ഒരു ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷിച്ചതിൻ്റെ പേരിൽ ചെയ്യുന്ന ഒരു പ്രത്യുപകാരമായിട്ടാണ് ഹംസം ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില ഭാഗങ്ങളിലൊരു യുക്തി കൂടുതലായിട്ട് നമുക്ക് തോന്നും ലൗകികമായ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ. മറ്റത് പലപ്പോഴും ഒരു അലൗകിക രീതിയിലാണ് കഥ ചില ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന കഥകളിൽ നളചരിതത്തിലൊക്കെ കൊണ്ടുപോയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന ഒരു കഥ പോലെയാണ് അതിൻ്റെ മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്ന് തോന്നുന്നു. കഥകളിയിൽ നമ്മൾ കാണുന്ന നളൻ ഒരു സാധാരണ രാജാവ് എന്നുള്ളൊരു രീതിയിൽ തന്നെ നമുക്ക് ആദ്യത്തെ രംഗത്തിലൊക്കെ തോന്നുന്നുള്ളൂ. ഒരു ചക്രവർത്തി പദത്തിലിരിക്കുന്ന രാജാവായിട്ട് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാറില്ല. ഇപ്പോൾ ശ്രീഹർഷൻ്റെ ഇതിലൊക്കെ തുടങ്ങിയിട്ടുള്ളത് തന്നെ ആദ്യം തന്നെ പറയുന്നത് നിപീയെ യസ്യ ക്ഷിതിരക്ഷിണ കഥ തഥാദ്രിയന്തേന ബുധാസുധാമപി നളസ്ഥിതഛത്രിത കീർത്തിമണ്ഡല സരാശിരാസിൻ മഹസാമഹോജ്വല എന്ന് പറഞ്ഞിട്ടാണ്. വലിയ ചക്രവർത്തി തന്നെയായിട്ടാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുപോലെ ഇതിലും പറഞ്ഞു ആ ചക്രവർത്തി രൂപത്തെ കാണിക്കലുണ്ടായില്ല തോന്നുന്നു. അത് ചിത്രമുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചാൽ ചക്രവർത്തിയായിട്ടുള്ള നളൻ നമുക്ക് കണ്ടാൽ കുറച്ചും കൂടി മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒന്ന് രണ്ട് സംശയം. യക്ഷഗാനത്തിൻ്റെ ആരംഭദശയിൽ സംസ്കൃതത്തിൽ തന്നെ ആയിരുന്നു ഇതിൻ്റെയൊക്കെ പദങ്ങളും ഭാഷയും ഒക്കെ ചിട്ടപ്പെടുത്തിയത്. പിന്നീടാണ് അത് കന്നഡ ഭാഷയിലേക്ക് മാറി വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഞാൻ കേട്ടിരുന്നു. അതിൽ സത്യമാണോ മിഥ്യയാണോ എന്താണെന്ന് എനിക്കറിയില്ല. മാഷ്ക്ക് അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരിക്കും. പിന്നെ ഒരു സംശയമുള്ളത്, ഇപ്പോൾ ഈ കണ്ട രംഗത്തിൽ ചെണ്ടക്കാർ അവിടെ ഉണ്ടായിരുന്നില്ല, പിന്നീടുള്ള രംഗത്തിലേക്കാണ് അദ്ദേഹം വന്നത്. ഇപ്പോൾ കഥകളിയിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഇപ്പോൾ സ്ത്രീവേഷ പദങ്ങളുടെ ഭാഗത്ത് ചെണ്ടപ്പതിവില്ല. അതുപോലൊരു പ്രക്രിയ ഇതിലുണ്ട് എന്ന് തോന്നുന്നു.
മറ്റൊരു ചോദ്യമുള്ളത്, സ്ത്രീകൾ യക്ഷഗാനത്തിൽ വേഷം കെട്ടൽ പതിവുണ്ടോ? ഇപ്പോൾ കഥകളിലൊക്കെ സ്ത്രീകളുടെ തന്നെ ഒരു ട്രൂപ്പ് തന്നെ തൃപ്പൂണിത്തുറയ്ക്ക് ഉണ്ടായിരുന്നു. അതുപോലെ ഇതിൽ സ്ത്രീകൾ മാത്രമായിട്ടുള്ള ട്രൂപ്പുണ്ടോ, അതോ സ്ത്രീകൾ ഇടകലർന്ന് അവതരിപ്പിക്കുന്ന ഒരു രീതിയുണ്ടോ? അതൊന്ന്. പിന്നെ ഈ കാണുന്ന ചിത്രത്തിലെ 4 ദേവവേഷങ്ങളിൽ ഒരാളെ വായു എന്നാണ് പറഞ്ഞിരുന്നത്. കഥകളിയിൽ അത് യമനാണ്. ഇന്ദ്രൻ, അഗ്നി, യമൻ, പാശി എന്നാണ് നമ്മുടെ ഇതിൽ പറയുന്നത്. വായു അല്ലായിരുന്നു. ആ ഒരു മാറ്റമാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ യക്ഷഗാനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ആട്ടക്കഥയ്ക്ക് വേണ്ടി ആട്ടക്കഥ ഒരു പ്രത്യേക സാഹിത്യം ആയിട്ട് വളർന്നു വന്നു. ആട്ടക്കഥാ സാഹിത്യകർത്താക്കളുണ്ട്. അതുപോലെ യക്ഷഗാനത്തിന് മാത്രമായിട്ട് അവിടെ യക്ഷഗാനത്തിന് വേണ്ടി എഴുതുന്ന ആ സമ്പ്രദായത്തിൽ മാത്രം എഴുതുന്നതായിട്ടുള്ള ആൾക്കാരുണ്ടോ? പിന്നെ ഇതിൽ ഡയലോഗുകൾ മനോധർമ്മ പ്രയോഗങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മനോധർമ്മത്തിന് വേണ്ടിയിട്ട് എഴുതുമ്പോൾ എങ്ങനെ അതിൻ്റെ ഒരു സാഹിത്യ ഭാഷ പൂർണ്ണമായിട്ട് എഴുതാൻ പറ്റും? അത് അവരുടെ യുക്തി അനുസരിച്ചാണല്ലോ അവർ പറയേണ്ടി വരിക. അങ്ങനെ എഴുതുമ്പോൾ എന്താണ് അതിൽ സ്വീകരിക്കുന്നതായിട്ടുള്ളൊരു രീതി? ഇത്രയൊക്കെ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നു. താങ്ക് യു. ഞാനിപ്പോൾ ദിനേശ് വാര്യരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട്, കാരണം വെച്ചാൽ ചോദ്യങ്ങൾ പിന്നെ ഞാൻ മറന്നു എഴുതി വെച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ ചോദ്യം സംസ്കൃതമാണോ കന്നഡയിലാണോ എന്ന ഒരു ചോദ്യം. അത് സത്യത്തിൽ എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ഞാൻ കണ്ടത് മുഴുവനും കന്നഡ രൂപത്തിലാണ്. സംസ്കൃതത്തിലായിരിക്കാം. കാരണം ശ്രീഹർഷനും കനകദാസനും എഴുതിയിട്ടുള്ളത്, കനകദാസൻ എഴുതിയത് കന്നഡയിലാണ്, ശ്രീഹർഷൻ എഴുതിയിട്ടുള്ളതൊക്കെ സംസ്കൃതത്തിലാണ്. പക്ഷേ സംസ്കൃതത്തിൽ യക്ഷഗാനം കളിച്ചത് ഞാൻ കണ്ടിട്ടില്ല. യക്ഷഗാനം കളിച്ചത് മുഴുവനും കന്നഡത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത് ഒന്നാമത്തെ കാര്യം. സംസ്കൃതത്തിലായിരിക്കും അതിൻ്റെ ആദ്യ രൂപം എന്നാവാൻ ചാൻസ്. പിന്നെ രണ്ടാമത് ചോദിച്ചത് ഈ ചെണ്ട, പിന്നെ മദ്ദള, അങ്ങനെ ചെണ്ടക്കാരന് ഇടയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം. അതങ്ങനെയാണ്. അതായത് പതിഞ്ഞ പദം എന്നൊക്കെ പറയില്ലേ, ഇപ്പോൾ സ്ത്രീകൾ വരുന്ന സന്ദർഭങ്ങളിൽ ചെണ്ടയുടെ ആവശ്യമില്ല. അതുകൊണ്ട് ചെണ്ടക്കാരൻ മാറി നിൽക്കും. ചെണ്ടക്കാരൻ ഈ തെങ്കുതിട്ടിൽ ചെണ്ടക്കാരൻ നിന്നിട്ടാണ് കൊട്ടുക. പ്രത്യേകിച്ച് നിന്നിട്ട് കൊട്ടുന്ന ആൾ അവിടെ നിന്ന് ഒന്ന് മാറി നിന്ന് കാലൊക്കെ ഒന്ന് വിശ്രമിച്ചിട്ടാണ് വരിക. പക്ഷേ ബടകുതിട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുമ്പോൾ ആൾ ചെണ്ട കൊട്ടില്ല, പക്ഷേ ആൾ ഇവിടെ ഇരിക്കുകയാണ്. ചെണ്ട കൊട്ടാതെ തന്നെ അവിടെ ഇരിക്കുന്നു. സ്ത്രീവേഷം വരുമ്പോൾ ആൾ കൊട്ടാതിരിക്കില്ല, കൊട്ടില്ല എന്നേ ഉള്ളൂ. ചിലപ്പോൾ അവിടെയും രംഗത്തിൻ്റെ ആൾ മാറിപ്പോയി ഒന്ന് വിശ്രമിച്ചിട്ട് വരാനും പതിവുണ്ട്. അങ്ങനെയാണ് ചെണ്ട മദ്ദള കാര്യത്തിൽ. പിന്നെ വരുന്ന രാജാവ് ഈ കാണിച്ചതാണ് നളൻ്റെ ചക്രവർത്തി രൂപം. നളൻ ചക്രവർത്തി ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വേഷം. ഞാൻ നേരത്തെ കുറിച്ചു കൗമാരപ്രായത്തിൽ നളൻ വേറെ, ചക്രവർത്തി ആയിരിക്കുന്ന നളൻ വേറെ, അതുപോലെ കാരണവാസിയായിട്ടുള്ള സമയത്തുള്ള നളൻ, പിന്നെ ബാഹുകനായിട്ടുള്ള നളൻ. അത് 4 വെവ്വേറെ ആയിട്ടാണ് കളിക്കുക പതിവ്. പിന്നെ ചോദിച്ചത് ഈ സ്ക്രിപ്റ്റ്, ഈ കന്നഡ അല്ലെങ്കിൽ യക്ഷഗാനത്തിൻ്റെ ആട്ടക്കഥ. എല്ലാ കഥകൾക്കും ആട്ടക്കഥയുണ്ട്. ഓരോ കഥയ്ക്കും ആട്ടക്കഥ പുസ്തകം കിട്ടും. ആ പുസ്തകം നമുക്ക് വാങ്ങിക്കാനും കിട്ടും, വായിക്കാം. ഇപ്പോൾ ഞാൻ കുട്ടിക്കാലത്ത് 10ാം ക്ലാസ്സിലൊക്കെ ഉള്ളപ്പോൾ എൻ്റെ കയ്യിൽ ഗദായുദ്ധ, കീചകവധ ഇങ്ങനെയുള്ള ആട്ടക്കഥ പുസ്തകങ്ങൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ആട്ടക്കഥ അതിൽ എന്താ വെച്ചാൽ പദമുണ്ടാവും, ആ പദത്തിന് സാരാംശം അടിയിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ വ്യാഖ്യാനം അടിയിൽ എഴുതണം. പിന്നെ ഈ വേഷക്കാർ ഈ വാചകത്തെ ചിട്ടപ്പെടുത്തി എഴുതിയ വാചകത്തെ ഒന്ന് മനഃപ്പാഠം ചെയ്യും. അങ്ങനെ രംഗത്ത് വന്ന് പറയാൻ പറ്റില്ല. മനഃപ്പാഠം ചെയ്ത് അതിന് കൃത്യമായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് തന്നെ ഉണ്ടാവും. ആ സ്ക്രിപ്റ്റ് അവരുടെ മനസ്സിലുണ്ടാവും. അത് ഏകദേശം കണ്ടപ്പാട്ടാണത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഈ നല്ല കലാകാരന്മാർ വെച്ചാൽ ആ കണ്ടപ്പാടം അതുപോലെ പറയാതെ അതിന് വ്യതിരിക്തമായി തൻ്റെ ഭാഷാ പ്രാവീണ്യത്തെ കൂടി അവിടെ അവതരിപ്പിക്കും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. ഉണ്ട്, സ്ക്രിപ്റ്റ് ഉണ്ട്, കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റോടുകൂടി. ഞാൻ യക്ഷഗാന കളി സ്കൂളിൽ പഠിക്കുമ്പോൾ യക്ഷഗാനം കളിച്ചിട്ടുണ്ട്. അഭിമന്യു ആയിരുന്നു എൻ്റെ വേഷം. അഭിമന്യു ആയിരുന്നപ്പോൾ എന്നെ പഠിപ്പിച്ച ആചാര്യന്മാരൊക്കെ ആ സ്ക്രിപ്റ്റ് പഠിപ്പിക്കും, ആട്ടം പഠിപ്പിക്കും, പിന്നെ ഏത് അവസരത്തിൽ എന്തൊക്കെയാണ് പറയേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടാണ് നാടകം പഠിക്കുന്നത് പോലെ അങ്ങനെ പഠിപ്പിച്ചിട്ടാണ് നമ്മൾ പഠിച്ച് ഉണ്ടാക്കുന്നത്. ഇതാണ് കഥാപ്രസംഗത്തിൻ്റെ അല്ലെങ്കിൽ കഥയുടെ ആ ആട്ടക്കഥയുടെ സ്വരൂപം വരുന്നത്. പിന്നെ ചോദിച്ച ചോദ്യം സ്ത്രീകൾ
പൊതുവെ സ്ത്രീകളുടെ വേഷം അടക്കം പുരുഷന്മാരായിരുന്നു. പക്ഷേ ഈ ഈ അടുത്തടുത്തായിട്ട് പെൺകുട്ടികൾ ധാരാളം യക്ഷഗാനത്തിൽ വേഷം കെട്ടി തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പെൺകുട്ടികൾ സ്ത്രീവേഷങ്ങൾ മാത്രമേ കെട്ടാറുള്ളായിരുന്നു. ഇപ്പോൾ അത് പുരുഷവേഷം അടക്കം സ്ത്രീകൾ കെട്ടാറുണ്ട്. സ്ത്രീകളുടെ ട്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകളുടെ തന്നെ ട്രൂപ്പ്, യക്ഷഗാന ട്രൂപ്പ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത് ഉണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഇത്. ഒരു ചെറിയ ചോദ്യം കൂടി. ഞാനിപ്പോൾ നമ്മൾ ഈ പുരാണ കഥകളാണല്ലോ ഇതിലേക്ക് എടുക്കുന്നത് സാധാരണയായിട്ട്. ഇപ്പോൾ സാമൂഹിക പശ്ചാത്തലത്തിലുള്ള കഥകൾ എടുത്തുകൊണ്ട് യക്ഷഗാന രൂപത്തിൽ ചെയ്യാറുണ്ടോ? ഇപ്പോൾ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷനിൽ മൂകാംബിയെ പോയി വന്നു. അപ്പോൾ മൂകാംബിയെ പോയി വരുമ്പോൾ ഉടുപ്പി റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് നേരം അവിടെ ചിലവഴിക്കേണ്ടതായിട്ട് വന്നു. ട്രെയിൻ കുറച്ച് ലേറ്റായിപ്പോൾ. അപ്പോൾ അവിടെ ടി വിയിൽ കാണിക്കുന്ന പരസ്യത്തിൽ യക്ഷഗാനത്തിൻ്റെ പരസ്യമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് കന്നഡ ഭാഷയൊന്നും അറിയില്ല, പക്ഷേ ഏതാണ്ട് കണ്ടപ്പോൾ കുറച്ച് മനസ്സിലായത് എന്താ വെച്ചാൽ, ആ പരസ്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരസ്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. പരിസര ശുചിത്വത്തെയും അതുപോലെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് യക്ഷഗാന രൂപത്തിൽ പരസ്യമായിട്ട് ടി വിയിൽ കാണിച്ചിരുന്നത്. അത്ര എനിക്ക് മനസ്സിലായുള്ളൂ. അത് എന്ത് വേഷമായിരുന്നു എന്നും എനിക്ക് അങ്ങനെ പറയില്ല, എന്ത് കഥാപാത്രമായിട്ടാണ് അതൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ സാമൂഹിക കാര്യങ്ങൾ എടുത്തുകൊണ്ട് യക്ഷഗാന രൂപത്തിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്ന ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ഞാനത് നേരത്തെ പറയുമ്പോൾ സൂചിപ്പിച്ചു. സാധാരണ രാമായണ മഹാഭാരത കഥകളാണ് കഥകളിക്ക് യക്ഷഗാനത്തിന് വരുന്നത്. പക്ഷേ ഈ പറയുന്ന പോലെ പുതിയ കഥകൾ, സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പുതിയ കഥകളെ യക്ഷഗാനത്തിലാക്കിയിട്ടുണ്ട്. അങ്ങനെ യക്ഷഗാനത്തിലാക്കി യക്ഷഗാനം അതുപോലെ വരുന്നുണ്ട്, ധാരാളം വരുന്നുണ്ട്. ഞാനധികം അത്തരം കഥകളെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടതും മിക്കതും ഈ രാമായണ മഹാഭാരത കഥകൾ തന്നെയാണ്. പക്ഷേ ആവിഷ്കരിച്ച പുതിയ കഥകൾ ധാരാളം യക്ഷഗാനത്തിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പോൾ ദിനേശ് വാര്യർ സൂചിപ്പിച്ചതുപോലെ പബ്ലിസിറ്റി അല്ലെങ്കിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയുള്ള ചില കാര്യങ്ങൾ, കാരണം യക്ഷഗാനം കുറച്ചുകൂടി ഫേമസ് ആയതുകൊണ്ട് അതിനെ ഒരു മാധ്യമമാക്കിക്കൊണ്ട് ചെയ്തിട്ടുള്ളത് നല്ല കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യാം. അതെ, അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ അതിലേക്ക് ആകർഷിക്കപ്പെടും. അതെ, ചോദ്യങ്ങൾ വിട്ട് എല്ലാം. ഈ BP അരവിന്ദ ക്രൈസ്റ്റ് കോളേജിൽ വന്ന കാലം മുതൽ എനിക്കറിയാം. നല്ലൊരു സഹൃദയൻ. വന്ന ഉടനെ തന്നെ അദ്ദേഹം മൃദംഗം പഠിക്കുകയുണ്ടായി കുറച്ചു കാലം. പിന്നീട് പലപ്പോഴും കഥകളിയുടെ പിന്നാലെ അദ്ദേഹം ഉണ്ടായിരുന്നു. തുടർന്ന് ക്ലബിൽ വരികയും ക്ലബിലെ അംഗമാകുകയും MS കുടുംബത്തിലെ അംഗമായി. ഇവിടെ ചന്ദ്രൻ മാഷെ എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ സെമിനാറുകൾ നടക്കുമ്പോൾ അവിടെ ബ്രീഫിങ്ങിന് ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് വരാറുള്ളത് ചന്ദ്രൻ മാഷാണ്. ചന്ദ്രൻ മാഷെ കുടുംബത്തിലെ അംഗമായി, ഹേനയുടെ സ്വന്തമായി. ഈ BP അരവിന്ദയെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അദ്ദേഹം ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ കായിക പ്രാധാന്യമുള്ള മേഖലയിൽ പഠിപ്പിക്കുന്നൊരു അധ്യാപകനാണ്. പക്ഷേ കല അദ്ദേഹത്തിന് വളരെയധികം സ്വായത്തമാണ്. എനിക്ക് തോന്നുന്നു 2 കൊല്ലം കഴിയുമ്പോൾ അദ്ദേഹം മണിപ്പൂരി നൃത്തത്തെക്കുറിച്ചൊരു നല്ല സെമിനാർ നമുക്ക് കണ്ടക്ട് ചെയ്ത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാണാപ്പുറം അദ്ദേഹത്തെക്കുറിച്ച് പറയണമെന്നുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നത്. ഈ ഒരു കലാരൂപം ഇത്ര എളുപ്പത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. എത്ര സ്ട്രെയിൻ എടുത്തിട്ടാണ് ഭരതനാട്യവും മോഹിനിയാട്ടവും ബാക്കി പലതും നമ്മൾ ചെയ്തത്. ഇത് എത്ര എളുപ്പത്തിൽ അദ്ദേഹം നമുക്കത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു നല്ല കയ്യടി അർഹിക്കുന്നുണ്ട്. അത് കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു ഡോക്ടർ അരവിന്ദ. അദ്ദേഹത്തിനെ ആദരിക്കുന്നതിനായി സുവർണ മുദ്രണം നൽകി ആദരിക്കുന്നതിനായി ക്ലബ്ബ് പ്രസിഡന്റ് ശ്രീ അനിയൻ മംഗലശ്ശേരിയെ ക്ഷണിക്കുന്നു. ഞാൻ എനിക്ക് ഈ അവസരത്തിൽ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നത് രമേശൻ നമ്പീസിനും പിന്നെ അനിയപ്പനും
അവര് തീരുമാനിച്ച് ഇങ്ങനെ ഒരു അവസരം തന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടിയത്. മാത്രമല്ല ഇങ്ങനെ ഒരു പരിചയപ്പെടുത്തൽ സാധിച്ചു. താങ്ക് യു. താങ്ക് യു.